ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ കയറിയിരുന്നോ? ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോ എനിക്ക് കൂട്ടിരുന്നാ മതി. വേണമെങ്കിൽ കുറച്ചൊക്കെ സംസാരിച്ചോ, പക്ഷെ ശ്രദ്ധ തെറ്റിക്കരുത്. എനിക്കിവിടെ കൊല്ലണം. എന്താ അമ്മ ഈ കാണിക്കുന്നത്? എനിക്ക് അവളെ കൊല്ലണം. അമ്മ എന്തൊക്കെയാ ചെയ്യുന്നത്? എടാ തുറക്കടാ ദേവാ, ദേവാ എന്നെ, ദേവാ എന്നെ തുറന്നു വിടാനാ പറഞ്ഞ. ദേവാ തുറക്കാൻ. ദേവാ, അയ്യോ ഞാൻ ചവിട്ടി പൊളിക്കും. ദേവാ തുറക്കാൻ. യശോദേ, ദേവാ തുറക്കാൻ. ദേവാ, ദേവാ തുറക്കടാ. യശോദേ, എടാ തുറക്കാൻ. അച്ഛാ, ഈ അവസ്ഥയിലുള്ള ഒരാൾക്ക് ആയുർവേദ ചികിത്സയും കൊടുത്ത് കാത്തിരുന്നാൽ അത് അബദ്ധമാ. ഏതെങ്കിലും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, അല്ലെങ്കിൽ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പോവുത്. ഞാനും അതേക്കുറിച്ച് ചിന്തിക്കായിരുന്നു മോനെ. എത്ര ദുഷ്ടതകൾ കാണിച്ചാലും എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. സ്വന്തം അമ്മയായി പോയില്ലേ. അച്ഛാ, കൃത്യമായ ചികിത്സ കിട്ടിയാ മുത്തശ്ശിയുടെ ഈ തോന്നലൊക്കെ മാറും. നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലാം. ഞങ്ങളും വരാം. ഡോക്ടറുടെ അടുത്ത് ഇപ്പൊ തന്നെ പോവാം. പക്ഷേ നിങ്ങൾ രണ്ടുപേരും വരണ്ട. അച്ഛനും അമ്മയും കൂടി പോയിട്ട് വരാം. അത് മതി മക്കളെ. ചടങ്ങായിട്ട് നടത്തുന്നതാ. ഒരു ഊണ് കഴിപ്പിക്കാന്ന് വെച്ചാല് അതുപോലും ഇല്ലാണ്ടായി. അങ്ങനെ ഒരു വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ട് രാധിക എവിടെയും പോകുന്നില്ല. ഒരു കാര്യം ചെയ്യ്, അച്ഛനൊരു വണ്ടി വിളിച്ച് അച്ഛനും അമ്മയും കൂടെ മുത്തശ്ശിയും കൂട്ടി ഡോക്ടറെ അടുത്തേക്ക് പോ. തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ നല്ലൊരു സദ്യ ഒരുക്കാം. നിങ്ങൾ തിരിച്ചു വന്ന് നമ്മളെല്ലാരും കൂടിയിരുന്ന് അത് കഴിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. യശോദേ, എന്നാ റെഡി ആയിക്കോ. ഞാനൊരു വണ്ടി വിളിച്ചിട്ട് വരാം. അമ്മ, ചിലപ്പോ മുത്തശ്ശി ഇനിയും വയലന്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതാ ഞാൻ കൂടെ വരാന്ന് പറയുന്നത്. വേണ്ട മോനെ. മോനോ മോക്കോ ഒരു ആപത്ത് പറ്റിയാല് ഇനി ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അമ്മ തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ക്രൂരതകളും. അതിനുള്ള ദൈവശിക്ഷയാ ഈ അനുഭവിക്കുന്നത്. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം.
ആ ഇതെന്ത് തലയിൽ കെട്ടൊക്കെ ആയിട്ട്? അതെ, അച്ഛൻ തോളിലിടുന്നെന്ന് തോന്നുന്നു. അടുക്കളയിൽ നിൽക്കുമ്പോ അതിന്റെ ഒരു ഗൗരവമൊക്കെ വേണ്ടേ? അടുക്കള എന്നിട്ട് എന്ത് ചെയ്യാൻ പോവോ? അതെ, താൻ എന്നെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഇത്രയും കാലം വിദേശത്ത് ഒറ്റപ്പെട്ട് കഴിഞ്ഞവനാ ഞാൻ. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാം. ആ എന്നാലേ ഇവിടെ അതിന്റെ അത്യാവശ്യം ഇല്ല. ആ. കണിമംഗലത്തെ കൊച്ചു തമ്പുരാനെ കൊണ്ട് ഇവിടുത്തെ അടുക്കളപ്പണി ചെയ്യിക്കാൻ പോവല്ല ഞാൻ. മനസ്സിലായോ? എന്താ വിളിച്ചേ? കൊച്ചു തമ്പുരാനോ? അപ്പോ താനാരാ? തമ്പ്രാട്ടിയോ? എനിക്ക് ആ വിളിപ്പേരൊന്നും വേണ്ട. ആ അതെ, ഇങ്ങോട്ട് മാറിയേ. ഇതേ എന്റെ വീടാ, മറിയൂ. ഇവിടുത്തെ അടുക്കളയില് എന്തും ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട്. ആ ദേ, ഒന്നെങ്കിലും രണ്ടുപേരും കൂടി ഒരു സദ്യ ഒരുക്കണം. അതല്ല എന്നെ പുറത്തേക്ക് വിടാനാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ ഒരു പണിയും നടക്കൂല. ഇത് വലിയ കഷ്ടല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം. ആ ഇവിടെ കയറിയിരുന്നോ? ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോ എനിക്ക് കൂട്ടിരുന്നാ മതി. വേണമെങ്കിൽ കുറച്ചൊക്കെ സംസാരിച്ചോ, പക്ഷെ ശ്രദ്ധ തെറ്റിക്കരുത്. എവിടെ നോക്കട്ടെ. ഇതെന്താ? അത് ചെറിയൊരു മുറിവാ. അത് മുത്തശ്ശി ബഹളം ഉണ്ടാക്കിയപ്പോ. എന്നിട്ട് ഇതും വെച്ചോണ്ടാണ് പാചകത്തിന് ഇറങ്ങിയിരിക്കുന്നത്. വേണോടാ, താനൊന്നും ചെയ്യണ്ട, അവിടെ ഇരി. അല്ല, കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പമില്ലാന്ന്? താനാരോ സൂപ്പർ ഹീറോയോ? ബ്ലഡ് പോയാലും ഒന്നും പറ്റാതിരിക്കാനായിട്ട്. ഓ, ഇവിടെ മരുന്ന് എവിടെ ഇരിക്കുന്നത്? ഇത് വെറും തുണി വെച്ച് കെട്ടാവുന്നതേ ഉള്ളൂ. എവിടെ മരുന്ന് എവിടെ ഇരിക്കുന്നെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പറയണം. അല്ലാതെ മരുന്നൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എന്നാ പോയി എടുക്ക്. എന്തോ അതിനകത്തുള്ളത് നോക്ക്. ആദ്യം കൈ നിന്ന് വൃത്തിയായിട്ട് കഴുകണം. ഞാൻ കഴിയാ പോരെ? ആരാണോ പരിചരിക്കാൻ വരുന്നത് അത് അയാളുടെ ഡ്യൂട്ടിയാ. തൽക്കാലം ഇത് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്തു തന്നോളാം. എവിടാ വാഷ് ബേസിൻ? വാ.